നമ്മൾ കളിക്കുന്ന നമ്മുടെ ഫാം സിമുലേറ്റർ നെറ്റ്ഫ്ലിക്സ് 23ത്തെ രണ്ടാമത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആണ്. സോ നിങ്ങൾ ഫസ്റ്റ് ക്ഷമ ഒതുക്കുകയാണ്. ഞാൻ എല്ലാ വീക്കിലും വീഡിയോസും കാര്യങ്ങളും ഇടാന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ രണ്ടാഴ്ചയായിട്ട് നമുക്ക് സാധിച്ചില്ല. സോ ഗൈസ്, ചെറിയ ഹെൽത്ത് ഇഷ്യൂസും മറ്റു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഗൈസ് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഓക്കെയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കഴിച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ പൈസ നോക്കിയാൽ കാണാം, എപ്പോഴും കളിക്കാറൊന്നുമില്ല, നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ കുറച്ചുള്ളൂ, എന്നാലും നമുക്ക് എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, പിന്നെ നമ്മുടെ ഏത് സീഡാണ് നമ്മൾ നടേണ്ടത്, ഏത് ഏത് സീഡാണ്, അതായത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സീഡ് ഏതാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനലൊക്കെ നിങ്ങൾ സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നത്, അപ്പോൾ ഇതിനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ സബ് ചെയ്ത് നിങ്ങൾ തീർച്ചയായും സബ് ചെയ്ത് നിങ്ങൾ കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് ക്ലിയർ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല. സോ പറയാവുന്ന ഗൈസ്, നമ്മുടെ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ സോയാബീൻ കൊണ്ട് ഗൈസ്. സോയാബീൻ ഇപ്പോഴത്തെ വില ഇതിൽ ഇപ്പം നമ്മൾ സീഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്നത് സോയാബീനാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സോയാബീൻ തന്നെ നടുക, മറ്റുള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക പരമാവധി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗൈസ്, മാക്സിമം ഇത് വരുന്നത് 1800 ആ സംതിങ് ആണ് ബീച്ചിനൊക്കെ കണ്ടു. പിന്നെ വരുന്നത് സൺഫ്ലവർ ആണ്, കണ്ടു. പിന്നെ സോയാബീനാണ് നമ്മൾ 3000-ന്റെ അത്രക്ക് വരുന്നത്. ഇത് കൂടും കഴിച്ചു, 3800 ഒക്കെ പോകും കഴിച്ചു. അത് കണ്ടോ കഴിച്ചു, ജൂണ് ഈ പച്ചത്തിങ്ങനെ കൂടുന്നത് ആ സമയത്തേക്കരം കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ ഇപ്പോഴത്തെ മാസം മെയ് ആയിക്കണം കഴിച്ചു, അടുത്താണ് ജൂൺ. അപ്പം നമുക്ക് വിൽക്കാണ്ട് കാണിച്ചു തരാം. അപ്പോൾ ജൂണാണ് ഇത്. അപ്പോൾ ജൂൺ മാസമാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇത് മെയ് ആണ്. അപ്പോൾ 3000 നിങ്ങൾക്ക് കാണാം അത്ര ലഭിക്കും. അപ്പം നമ്മൾ ജൂൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ജൂണ് ഒരു 15 ഇത്ര മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് എൻ്റെ പ്രോഫിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് കഴിച്ചൊക്കെ. ഞാനൊരു പുതിയ സ്ഥലം കാര്യങ്ങളൊക്കെ വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ഥലം നമ്മൾ വാങ്ങിയിട്ട്, ഒരു വലിയ സ്ഥലം തന്നെയാണ്, 4ാമത്തത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഗൈസ്, നമ്മുടെ ഏതൊക്കെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. പിന്നെ നമുക്ക് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങണ്ട ഗൈസ്, വേറെ ഷോപ്പ് ബേക്കറീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഗൈസ്. ഒക്കെ പിന്നെ ഗൈസ് നമുക്ക് ഇങ്ങനെ ഇതാക്കാം. പിന്നെ ഗൈസ് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ഏറ്റവും മേലെ കണ്ടു ടൈം സ്കെയില്, അത് നിങ്ങൾ കളിക്കുമ്പോൾ സീഡൊക്കെ നടുമ്പോൾ നമുക്ക് 10 ആ ഇതിൽ വെക്കുക. നടുമ്പോൾ അല്ലെങ്കിൽ പലതും പല സമയത്താണ് നമുക്ക് ഇതാക്കാണ്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ വെക്കുക. ഇപ്പൊ നമുക്ക് എടുക്കല്ലേ, അപ്പോൾ 90 കളിച്ച് നോക്കുക, ടൈം പോണത് നോക്കാം, എന്നാ പോവുക. റിയൽ ടൈം ഒക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടും പോവുക.
അതനുസരിച്ച് നമ്മള് ഇതിത്തെ ഒരു ഡേ 24 മിനിറ്റ് ആണ്. 24 എന്തായാലും നമ്മൾ അവർ ഒരു ഡേ ആണ് ഒരു മാസം. അപ്പോ എന്തപ്പോ വിളവിട്ട് 4 മാസം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മനസ്സിലായത്. ഞാനൊരു പുതിയ സീഡ് നടുന്ന സാധനം വാങ്ങിയിരുന്നു. ഇതാണ് നമ്മുടെ സാധനം. ഈ ബാഗ് തൊട്ടോ ഇത് നല്ല സാധനം ഉണ്ട്. കഴിയും. മറ്റേ ചെറുത് നമ്മള് വിറ്റ് പോയി. നമ്മൾ ഇത് വാങ്ങിയത്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ പറഞ്ഞതാണ് ഇതാണ്. ഇതിപ്പോ നമുക്ക് ഫസ്റ്റ് നമ്മള് ക്ലീൻ ചെയ്തിട്ട് വേണം. പിന്നെ പറഞ്ഞു വരുന്നത് വെച്ചാല് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളെ പഴയ ഉണ്ടെങ്കിൽ ഇപ്പൊ പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇത് നടാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ജൂണാക്കാൻ നിൽക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് കഴിയുമ്പോ നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ഇത് സ്റ്റെപ്പ് കണ്ടോ? തന്നെ ഫുള്ളായി 80% ഇപ്പൊ ആയി. ഇത് മൊത്തം ഇപ്പൊ എടുക്കൂല. ഇത് അവിടെ പോയി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് പെട്ടെന്ന് എടുക്കുക. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് നിങ്ങള് ഫസ്റ്റ് തന്നെ മാക്സിമം പൈസ ഉണ്ടായിക്കാണ്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു സ്ഥലം വാങ്ങുക. പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് കളിക്കുന്ന കൂട്ടുകാർക്കൊന്ന് പറഞ്ഞ് കൊടുക്കുക പൈസ. ഫസ്റ്റ് നിങ്ങൾ ഒരു സ്ഥലം വാങ്ങുക. ഫസ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥലം തന്നെ ഏക്കരം. കാരണം ഇതാണ് കുറച്ച് വലിയൊരു സ്ഥലം. പൈസ ഒരു ഭാഗത്തിന് ഇല്ലതും ഇതാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞു തന്ന് ഫസ്റ്റ് ഇത് വാങ്ങുക. പിന്നെ നിങ്ങൾ പരമാവധി പൈസ ഉണ്ടാക്കിങ്ങാണ്ട് ഈ സീഡ് നടുന്ന ഈ സാധനം വാങ്ങുക. ഈ സാധനം വാങ്ങിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ല. അപ്പൊ നമുക്ക് പിന്നെ അടുത്ത നമ്മള് ഇത് കൊടുക്കുമ്പോ അടുത്ത സെല്ല് ചെയ്യുമ്പോ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് വാങ്ങാം. ഫസ്റ്റ് നിങ്ങള് ഒറ്റടി കഴിച്ചിട്ട് തന്നെ വാങ്ങുക. എത്രയാ നോക്കിയിട്ടില്ല. അടുത്ത ജൂൺ ആയി ഗൈസ്. പിന്നെ ഈ പ്രോഫിറ്റ് മെയിൻ്റെനൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണും. അത് നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടി വരുന്നുണ്ട് പൈസ. അതുപോലെ കാര്യം പറഞ്ഞു വരുന്ന പരമാവധി ഉണ്ടോ ഈ ഇത് വാങ്ങിങ്ങാണ്ട് ചെയ്യുക. എന്നാൽ നമുക്ക് കൂടുതൽ നമുക്ക് കിട്ടും സോയാബീനും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താണ്. എന്താ നിങ്ങളോട് ഞാൻ പറയണേ. അപ്പൊ നിങ്ങൾ പരമാവധി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് തന്നെ സ്ഥലം നമുക്ക് കിട്ടും. ഇതും മറ്റത് 2 കേട്ടോ. അപ്പോൾ നമുക്കത് സീഡും കണക്ക് നട്ട് കഴിഞ്ഞ് നമ്മൾ വിളവെടുക്കുമ്പോൾ ഇത് 3 ചെയ്താൽ ഉള്ളൂ ഏകദേശം
ഒരു ഫുള്ളാവുക. ആ ഇതിരിപ്പ് വെച്ച് ഞാൻ ഇത് രണ്ടും ഈ കാണുന്ന ഇത് ഞാൻ മുമ്പ് ചെയ്തതാണ്, അത് വേറെ. ഇത് രണ്ടും ചെയ്തപ്പോൾ തന്നെ ഫുള്ളായിച്ച് ഒരു 80% എന്താ ആ കാണിച്ച മാതിരി തന്നെ അയക്കണ് കഴിയും. അപ്പോൾ അത്രക്കും നല്ലൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് വാങ്ങിക്കൊണ്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ക്ലീൻ ചെയ്യാതെ ഇത് യൂസ് ചെയ്യണം ഗൈസ്. ഓക്കെ, ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് അത്രക്ക് ഇത് കിട്ടൂല, വിളവെടുക്കുമ്പോൾ ആ തോന കിട്ടൂല. നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യുക. ഇതൊന്നും കളഞ്ഞു പോരാ. നമുക്ക് വിൽക്കാനാണ്. സോ ഇതെന്തായി കഴിയാനായി. അപ്പോൾ ഗൈസ് പെട്ടെന്ന് രാത്രിയായി. ഗൈസ് ഞാൻ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ആക്കിയതാണ്. പക്ഷേ അതിനുശേഷം റെക്കോർഡ് ഓൺ ആക്കാതെയാണ് ഗൈസ്. അങ്ങനെയാണ് ഗൈസ് പെട്ടെന്ന് രാത്രി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്. സോ അത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ഗൈസ്. പോട്ടെ ഗൈസ്, ഞാൻ പറയാൻ വന്നത് അതിൽ പറഞ്ഞ കാര്യം ഉള്ളൂ ഗൈസ്. നിങ്ങൾ കൊടുക്കുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ ജൂൺ മാസം സെല്ലും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ജൂൺ മാസമാണ്. നിങ്ങൾ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കുറഞ്ഞ് വരികയാണ്. നമ്മുടെ ജസ്റ്റ് ഒന്ന് വൈകി നമുക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കാം പെട്ടെന്ന്. എനിക്ക് ടൈം ഇപ്പോൾ കഴിയും. ഒരു 15 ഇതിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മാസമാണ് ഇതിൽ ഒക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഒരു ദിവസമാണ് ഒരു മാസം. അപ്പോൾ നിങ്ങൾ പണം തുറക്കുമ്പോഴൊക്കെ അങ്ങനെ നിങ്ങൾക്ക് മാസം സ്ലീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മാസം ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 15-20 മിനിറ്റ്, ഒരു മിനിറ്റൊക്കെ ഒരു ഹവർ അങ്ങനെയൊക്കെയാണ്. കൊണ്ടുപോയി കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 15-18 ആ സമയത്തൊക്കെ നല്ല പ്രോഫിറ്റ് കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വൈകിയാണ്. ഞാൻ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം ഇത്. അപ്പോൾ അടുത്ത നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഈ സ്ഥലത്താണ് കൂടുതൽ സമയത്തും കൂടുതൽ പ്രോഫിറ്റും കാര്യം കിട്ടുന്ന സ്ഥലം. ഗൈസ് ഞാൻ പറയുന്നതിലൊക്കെ നല്ല മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ ആയതുകൊണ്ടാണ് എനിക്കൊന്നും ഇങ്ങനെ തെറ്റായി വരുന്നത്. അപ്പോൾ ക്ഷമിക്കുക. ഞാൻ എല്ലാ ആഴ്ച നമുക്ക് ഇനി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, പരമാവധി ആടും. നിങ്ങൾ അതിന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രൈസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ചിലപ്പോൾ കുറയും ചെയ്യും. പുതിയ സ്ഥലം കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും മേലെ കാണാം ഈ ടൈപ്പ് സ്കെയില്. അത് നിങ്ങൾ കാണിച്ചു തരാം. 2 ഉണ്ട്, 5, 10, 30, 60, 45, 60, 90. ലാസ്റ്റ് ഞാൻ 90 എടുത്താണ് ഞാൻ കാണിച്ചു തരാം. സമയം പെട്ടെന്ന് പോകും. അപ്പോൾ പിന്നെ റിയൽ ടൈമിൽ കാണിച്ചു തരാം. ഡാർക്ക് മോഡിൽ പോകാം, പിന്നെ റിയൽ ടൈം. അപ്പോൾ നിങ്ങൾ ഈ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്തൊക്കെ ഈ 15 കാര്യങ്ങളൊക്കെ അങ്ങനെ ആവാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആവണമെങ്കിൽ അങ്ങനെ ടൈം സ്കെയിൽ കളിച്ചാൽ പെട്ടെന്ന് ആവും. പിന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ സമയത്തൊക്കെ നിങ്ങൾ പരമാവധി കുറച്ച് വെച്ചുകൊണ്ട് അതായത് റിയൽ ടൈമിൽ വെച്ചുകൊണ്ട് കളിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് അത് കഴിയും. ഇത് നമ്മുടെ സമയം ജൂൺ മാസമായിട്ട് കഴിയും. അപ്പോൾ നമ്മളെ പ്രോഫിറ്റും കാര്യങ്ങൾ കുറയും ചെയ്യും. അടുത്ത ലോഡ് കൊണ്ടുപോയി കൊടുക്കുക. ഒരു പുതിയ സ്ഥലവും ഇപ്പോൾ വാങ്ങണം കഴിച്ചത്. അതിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ തന്ന പോലെ തന്നെ
ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് നമുക്ക് തരിക. പിന്നെ ഞാൻ പറയാൻ വന്നത് നമ്മൾ പുതിയ ഇതൊക്കെ വാങ്ങിക്കണം കേസ്. ഓക്കെ, അതൊക്കെ നമുക്ക് വിറ്റുകൊണ്ട് നമുക്ക് ക്യാഷ് ഒക്കെ ആക്കണം. അതൊക്കെ പറഞ്ഞതേനി കേസ്. നമ്മൾ പുതിയ സ്ഥലം വാങ്ങിയ സമയത്ത് ഈ പെട്ടെന്ന് ആവാനും വേണ്ടി ഞാൻ 2 വാങ്ങിയതാണ്. കൂടുതൽ പ്രോഫിറ്റ് അവിടെ തന്നെയാണ് കേസ്. നമുക്ക് ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിട്ട് നമ്മൾ ചിലപ്പോൾ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. കുറേയാണെങ്കിൽ നമുക്ക് റിയൽ ടൈം തന്നെ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. പിന്നെ നിങ്ങൾ നമ്മുടെ സീഡ് നടുന്ന സമയത്ത് നിങ്ങൾ ഈ ടൈം റിയൽ ടൈമിലോ അല്ലെങ്കിൽ ഇൻഡ്യൂ ടൈം ഇല്ല അതിൽ വെച്ചിങ്ങോട്ട് കളിച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷേ 45, 60 അതിലൊക്കെ ഇട്ട് നിങ്ങൾ സീഡ് നടുമ്പോൾ പല ഭാഗത്തുനിന്ന് തുടങ്ങില്ലേ, അത് പല ഭാഗത്തും പല സമയത്തേക്കരം ഗ്രോയിങ് കാര്യങ്ങൾ ചെയ്യുക. ഇൻഡ്യൂ തന്നെ ആ ഇതിലിട്ട് ഇങ്ങോട്ട് കളിച്ചാൽ ഒക്കെ ഒരേ സമയത്തേക്കരം ഇതാവുമ്പോൾ നല്ല വ്യത്യാസം വരും. പിന്നെ അതും ഗ്രോ ആവണ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലൊക്കെ പല മിസ്റ്റേക്കും ചില സമയത്ത് ഒക്കെ ചില ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ അടുത്തിരുന്ന് ശരിയാക്കി സെറ്റാക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇടുകയാണ്. നല്ല പറയാനൊക്കെ ഒരു ജാതി പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ലൈസൻസ് 2-3 വീഡിയോ നിങ്ങൾ ക്ഷമിക്കുക. അത് അപ്പോൾ നമുക്ക് നമ്മുടെ പറച്ചിലും നമ്മുടെ വോയിസും മൊത്തത്തിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുമ്പോഴൊക്കെ നല്ല മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതിന് കുറേ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കളയാണ്. മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. ഇത് ഈ മാപ്പത്തെ മൊത്തം പെട്ടെന്ന് കഴിച്ചണം. നമുക്ക് മറ്റേ മാപ്പ് അവിടെ തന്നെ നോക്കിയിട്ടില്ല. അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത് ഒപ്പം വീഡിയോസും ഇടാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾ അത് സജഷൻ പോലെ ഇരിക്കും. പ്രൈസ് കുറയുകയാണെങ്കിൽ അപ്പം നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ റിയൽ ടൈം ഇടാം, എന്നിട്ട് കളിക്കാം. അവിടെ അവിടെ തന്നെ. പിന്നെ നിങ്ങൾ പരമാവധി ഞാൻ പറഞ്ഞല്ലോ സോയാബീൻ തന്നെ നടുക. സീഡ് കണക്ക് നട്ടുകൊണ്ട് അതന്നെ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളെ വെച്ചുകൊണ്ട് സീഡ് നടുന്ന അത് വെച്ച് ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ സീഡ് നടുക. അപ്പോൾ കൂടുതൽ ഈ സോയാബീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിച്ചാണ്. ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ക്ലീനിങ് ചെയ്താൽ കിട്ടുന്നതനുസരിച്ച് നല്ല വ്യത്യാസം വരും. പിന്നെ നിങ്ങൾ ഈ സ്ഥലമൊക്കെ വാങ്ങുമ്പോൾ അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാണ് സൺഫ്ലവർ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഏത് മനസ്സിലാവണില്ല, ഇരുട്ടായതുകൊണ്ട്. നമ്മൾ സെല്ലിങ് ചെയ്യാനായി നമുക്കിന്നെ പുതിയ വെഹിക്കിളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നല്ല സ്പീഡില്ല, പെട്ടെന്ന് എത്തിച്ചാൽ. സ്ഥലം വാങ്ങാനതായോ? സ്ഥലം വാങ്ങാൻ 53 നല്ല ലിസ്റ്റാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ നിങ്ങൾ പുതിയ സ്ഥലം വാങ്ങുമ്പോൾ അത് ഏതാണ്, ഐ മീൻ അവിടെ ഏതാണ് ഫസ്റ്റ് നോക്കണം. കുറേ നോക്കി വെച്ചിരിക്കണ്. ഞാൻ നോക്കി കണ്ടിനെ വാങ്ങും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കി കണ്ട് വാങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പെടൽ കൊടുക്കും. ചില സ്ഥലം കാണാം
വില കുറവായിരിക്കും. പക്ഷെ അവിടെ വേറെ സീഡും കാര്യങ്ങളൊക്കെ നട്ടിക്കുക. ചിലപ്പോൾ എന്താ ഗ്രാഫ്സ് ചില സ്ഥലത്ത് അതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഷുഗർ കെയിൻ ആയിരിക്കും. പല സ്ഥലത്ത് പലതായിരിക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ വെഹിക്കിളിന് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ വാങ്ങുമ്പോൾ ഫസ്റ്റ് ഒന്ന് പോയി നോക്കുക. ചില വലിയ സ്ഥലത്തൊന്നും ചെറിയ വില കുറവൊക്കെ ഇല്ല ആ സ്ഥലത്തൊക്കെ ചിലപ്പം ഉണ്ടാവുക. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങാം. നമുക്കിവിടെ സീഡ് നടുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. പെട്ടെന്ന് അതായത് രണ്ടത് ഇവിടുന്ന് നമ്മളിത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ഒന്നുകൂടി കിട്ടുക ഒരു ടാങ്ക് ഇത് ഇതിലൊക്കെ മനസ്സിലായില്ല. അപ്പോൾ ഇതിനൊക്കെ പറയാന്ന് ഇത് നല്ല ഡൗട്ടാണ്. കൊണ്ടേ കൊടുക്കുക 29 കിട്ടൂലേ. അപ്പോൾ ഏകദേശം നമുക്ക് ചിലപ്പോൾ വാങ്ങാനായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ്. ഡീറ്റെയിൽ എങ്ങാണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊന്നിങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുള്ളൂ. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോ എങ്ങാണ്ട് ഞാൻ വീണ്ടും വരാം. നല്ലൊരു ഡീറ്റെയിൽ എങ്ങാണ്ട് പറഞ്ഞുകൊണ്ടില്ലേ അടുത്ത എപ്പിസോഡ്. നമുക്ക് പുതിയ നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് കുറേ ആയതുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് കുറേ ഐ മീൻ 2-3 ആഴ്ചയായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ്. ഒരു പെടൽ പെട്ടും ചെയ്തു, പിന്നെ ലെങ്താക്കണില്ല. ഞാനിത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ ഫോളോയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്.